ക്രിസ്തു ജനിച്ച ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തിൽ പുൽക്കൂടുണ്ടാക്കും. എല്ലാവരും പള്ളിയിൽ പോവും. കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ, ബന്ധുക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. കേക്കൊക്കെ കട്ട് ചെയ്യും. പിന്നെ പള്ളിയിൽ പാതിര കുർബാന തന്നെയാണ് ഈ ഒരു സുദിനത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. പിന്നെ കേക്ക് കട്ട് ചെയ്ത് വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി, പിന്നെ നമ്മൾ കത്തോലിക്കർ വൈനൊക്കെ ഉണ്ടാക്കും. പിന്നെന്താ, പുൽക്കൂട് കരോള് നമ്മൾ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന്, ഒന്നുകിൽ യുവജനങ്ങളെല്ലാവരും ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും കൂടെ ചേർന്നിട്ട് കരോളിന് ഇറങ്ങും. ഓരോ വീടുകൾ കയറി പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട് ആഘോഷിച്ച് വരും. നമ്മൾ എല്ലാ വർഷവും അവസാനവും ആഘോഷിക്കുന്നതാണ് യേശുക്രിസ്തു പിറന്ന ദിവസം. അത് ലോകമെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ്. നമ്മൾ കുടുംബം എല്ലാം ഒത്തുചേരും. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, അതിനൊരു പ്രത്യേകതരം മരമൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത്, ഇതൊക്കെയാണ് ഈ സെലിബ്രേഷൻ്റെ പ്രത്യേകത. ഇതൊരു കുടുംബ ഒത്തുചേരൽ കൂടിയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും തമ്മിൽ കാണാനുള്ള ഒരു അവസരമാണ്. ഡിസംബർ 25 എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ എല്ലാവരും ലോകത്തിൻ്റെ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവം പിറന്ന, ഒരു ഉണ്ണിയേശു പിറന്ന ഒരു ദിവസമാണ് ഈ ഡിസംബർ 25 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒത്തിരി സെലിബ്രേഷൻസ് നമ്മൾ ഒത്തിരി ഭാഗത്തായിട്ട് ആചരിക്കുന്നുണ്ട്. സാന്റാക്ലോസ് എന്നൊരു രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഈ ദിവസത്തിൻ്റെ വ്യക്തി അല്ലെങ്കിൽ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്.